നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ശബരിമല ദർശനത്തിനു വേണ്ടി മുദ്ര ധരിക്കുന്നത് മുതൽ ഭക്തൻ സംശുദ്ധനായിരിക്കണം. തുളസി, ചന്ദനം, രുദ്രാക്ഷം എന്നിവയിൽ അയ്യപ്പസ്വാമിയുടെ മുദ്രയുള്ള മാലയാണ് ധരിക്കേണ്ടത്. അതൊരു രക്ഷാകവചം കൂടിയാണ്. ഉള്ളിലും പുറത്തും ഭക്തൻ ആചരിക്കേണ്ട നിഷ്ഠയെക്കുറിച്ച് ആ മുദ്രമാല ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈശ്വരഹിതത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല. മാലയിട്ട് വ്രതം തുടങ്ങിയാൽ കുളിയും കീർത്തനവും മുടങ്ങാൻ പാടില്ല. വ്രതക്കാരനുള്ള ആഹാരം പോലും കുളിച്ച ശേഷമേ പാകം ചെയ്യാവൂ എന്നാണ്. പണ്ടുള്ളവർ അത് കണിശമായി പാലിച്ചു പോന്നിരുന്നു. വീട്ടിലൊരു വ്രതക്കാരൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവരും അതിൻ്റെ ഭാഗമാകുന്നു. അതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ദിവസവും ക്ഷേത്ര ദർശനവും വ്രതക്കാരൻ മുടങ്ങാതെ ചെയ്യണം. അവനവൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും മന്ത്രജപമോ ഈശ്വരചിന്തയോ ഉണ്ടായിരിക്കണം. പരദൂഷണം പറയുന്നതും കേൾക്കുന്നതും ഒഴിവാക്കണം. ഒപ്പം പഴകിയ ഭക്ഷണവും. മുദ്ര ധരിച്ച് 18-ാം പടി ചവിട്ടുന്നവർ അയ്യപ്പന്മാരാണ്. അതുകൊണ്ടാണ് അവരെ സ്വാമിമാർ എന്ന് വിളിക്കുന്നത്. ആചാരപരമായി അനുവദിക്കുന്ന പ്രായത്തിൽ തീർത്ഥാടനം നടത്തുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും മാളികപ്പുറമെന്നും വിളിക്കുന്നു. തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. ശ്രീബുദ്ധൻ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. വക്ഷസ്ഥാടനമന്തകസ്യ കഠിനാപസ്മാരസമ്മർദ്ദനം ഭൂഭൃത് പര്യടനം നമത്സുരശിരഃ കോടീരസംഘർഷണം കർമ്മേദം മൃദുലസ്യ താവകപദ ദ്വന്ദ്വസ്യ ഗൗരീപതേ മച്ഛേദോ മണിപാദുകാ വിഹരണം ശംഭോ സദാംഗീകുരു വക്ഷസ്ഥാടനമന്തകസ്യ കഠിനാപസ്മാരസമ്മർദ്ദനം ഭൂഭൃത് പര്യടനം നമത്സുരശിരഃ കോടീരസംഘർഷണം കർമ്മേദം മൃദുലസ്യ താവകപദ ദ്വന്ദ്വസ്യ ഗൗരീപതേ മച്ഛേദോ മണിപാദുകാ വിഹരണം ശംഭോ സദാംഗീകുരു. തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്.
ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 64-ാം ശ്ലോകം പരാഭക്തന്റെ ഭാവനയാണ് വർണ്ണിക്കുന്നത്. ഭക്തൻ തൻ്റെ മനസ്സിനെ പാതുകമായിട്ടാണ് സങ്കല്പിക്കുന്നത്. രത്നമണി മുത്തുകളാൽ നിർമ്മിച്ച പാദരക്ഷയാകുന്ന തൻ്റെ മനസ്സിനെ ധരിക്കണമോ എന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി ശങ്കരസ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരസ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 63 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ എന്താണ് ഭക്തി, ഭക്തി എങ്ങനെ ഭക്തനെ രക്ഷിക്കുന്നു, ഭക്തിയുടെ മഹിമ എന്താണ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് ഒരു പരാഭക്തൻ്റെ ഭാവന വർണ്ണിക്കുകയാണ്. തൻ്റെ മനസ്സിനെ ഒരു പാതുകമായി കൽപ്പിക്കുന്നു. പാതുകം, ചെരുപ്പ്, പാദരക്ഷ. ആ പാദരക്ഷ അങ്ങ് ധരിക്കണമേ എന്ന് പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സാകുന്ന മണിപാതുക, മുത്തുകളെ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ രത്നം കൊണ്ടുണ്ടാക്കിയ പാതുകം അങ്ങ് സ്വീകരിക്കണമേ എന്ന്. എന്തേ കാരണം നോക്കൂ. വക്ഷസ്ഥാടനമന്തകസ്യ കഠിനാപസ്മാരസമ്മർദ്ദനം ഭൂഭൃത്പര്യടനം നമത്സുരശിരകോടീരസംഘർഷണം കർമ്മേദം മൃദുലസ്യ താവകപദദ്വന്ദ്വസ്യ ഗൗരീപതേ മച്ഛേദോ മണിപാതുകാ വിഹരണം ശംഭോ സദാംഗീകുരു. വക്ഷസ്ഥാടനമന്തകസ്യ കഠിനാപസ്മാരസമ്മർദ്ദനം ഭൂഭൃത്പര്യടനം നമത്സുരശിരകോടീരസംഘർഷണം കർമ്മേദം മൃദുലസ്യ താവകപദദ്വന്ദ്വസ്യ ഗൗരീപതേ മച്ഛേദോ മണിപാതുകാ വിഹരണം ശംഭോ സദാംഗീകുരു. ഹേ ശംഭോ, അല്ലയോ ശംഭോ. ശംഭു ശബ്ദം ഇതിനകം പലപ്പോഴും നമ്മൾ ചിന്തിച്ചതാണ്. ശം, സുഖം, ആനന്ദം. അതിനെ ഭാവിപ്പിക്കുന്നവൻ, ഭവിപ്പിക്കുന്നവൻ, പ്രദാനം ചെയ്യുന്നവൻ ആരോ? സുഖിപ്പിക്കുന്നവൻ, ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവൻ ശംഭു. ഹേ ശംഭോ, മച്ഛേദോ മണിപാതുകാ വിഹരണം. എൻ്റെ ചേതസ്സാകുന്ന, എൻ്റെ മനസ്സാകുന്ന മണിപാതുകയിൽ, മണിപാതുക മണികൊണ്ട്, മുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, രത്നം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാതുകം, ആ പാതുകത്തിൽ വിഹരണം, വിഹരിക്കുക എന്നുള്ളത്, നടക്കുക, സഞ്ചരിക്കുക എന്നുള്ളത് സദാ എപ്പോഴും അംഗീകരിക്കണമേ. അപ്പോൾ എൻ്റെ മനസ്സാകുന്ന രത്നപാതുകം, ആ രത്നപാതുകത്തിൽ കയറി അതുപയോഗിച്ച് അങ്ങ് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്താ കാരണം? അങ്ങയുടെ കാലുകൾ എന്തൊക്കെ പണിയാണ് ചെയ്യുന്നേ? കഠിനമായ പണിയാണ് ചെയ്യുന്നത്. ഒന്ന്, ഭക്ഷസ്ഥാടനമന്തകസ്യ, അന്തകൻ്റെ നെഞ്ചിൽ ചവിട്ടുക, അതാണൊരു പണി. പിന്നെ കഠിനാപസ്മാര സമ്മർദ്ദനം, കഠിനമായ അപസ്മാരത്തെ, അപസ്മാരദേവതയെ മർദ്ദിക്കുക, ചവിട്ടി താഴ്ത്തുക.
ഭൂഭൃത് പര്യടനം, മലയുടെ മുകളിലൂടെ നടക്കുക, പർവ്വതത്തിന് മുകളിലൂടെ നടക്കുക. നമത് സുരശിര കോടീര സംഘർഷണം, നമസ്കരിക്കുന്ന സകല ദേവഗണങ്ങളുടെയും കിരീടം, ആ കിരീടത്തിൻ്റെ കഠിനമായ സ്പർശമേൽക്കുക. ഇതൊക്കെയാണ് അങ്ങയുടെ കാലിൻ്റെ പണി. അതാണ് താവക പദദ്വന്ദ്വസ്യ മൃദുലസ്യ, മൃദുലമായ അങ്ങയുടെ രണ്ട് കാലുകളുടെയും കർമ്മയിതം, ഇതാണ് പണി. ഇതെന്തൊരു കഷ്ടമാണ്, എത്ര കഠിനമായ പണിയായത്. എന്നാൽ അങ്ങയുടെ പാദങ്ങളാകട്ടെ താമരകളെപ്പോലെ മൃദുലങ്ങളാണ്. ഇപ്പം താമരപ്പൂ പോലെ മൃദുലങ്ങളായ അങ്ങയുടെ രണ്ട് കാലുകളെ കൊണ്ട് ഇത്ര കഠിനമായ പണികളാണല്ലോ അങ്ങ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, എൻ്റെ മനസ്സാകുന്ന രത്നപാതുകം ധരിച്ചിട്ട് വേണം ഇനി നടക്കുക. അപ്പോൾ ഒരു പ്രയാസം അങ്ങേക്ക് ഉണ്ടാവില്ല. എനിക്കാണെങ്കിലോ എൻ്റെ മനസ്സിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാവുക എന്ന് പറഞ്ഞാൽ അത് പരമമായ മുക്തിയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാകുന്നത് കൊണ്ടുള്ള മുക്തിഫലം എനിക്ക്, ആനന്ദഫലം എനിക്ക്. അങ്ങേക്കോ, അങ്ങേക്ക് ഈ കഠിനമായ പണികളൊക്കെ എടുക്കാൻ സൗകര്യമായിരിക്കും. കാരണം അങ്ങയുടെ മൃദുലങ്ങളായ കാലുകൾക്ക് ഇത്ര കഠിനങ്ങളായ പണികളാണ് അങ്ങ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? ആദ്യം പറയുന്നത് വക്ഷസ്ഥാടനമന്തകസ്യ, രണ്ടാമത് പറയുന്നത് കഠിനാപസ്മാര സമ്മർദ്ദനം, മൂന്നാമത് ഭൂഭൃത് പര്യടനം, 4 നമത്സുരശിരക്കോടീര സംഘർഷണം. ഈ വക കഠിന പ്രവൃത്തികൾ ചെയ്യുന്നതാണല്ലോ അങ്ങയുടെ മൃദുലമായ കാലുകൾ. അതുകൊണ്ട് അവയ്ക്ക് സംരക്ഷണം കൊടുക്കണം. അതിന് ഞാനിതാ എൻ്റെ മനസ്സാകുന്ന പാതുകത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം. അവിടുത്തെ അനുഷ്ഠാനങ്ങളും പ്രതിഷ്ഠാ മഹാത്മ്യത്തെയും കുറിച്ചറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. രാജന്മത്തമരാളമന്ദഗമന രാജീവഭദ്രേക്ഷണ രാജീവപ്രഭവാദിദേവമകുടൈഃ രാജാത്പദാംഭോരുഹ രാജീവായതപത്രമണ്ഡിതകുച രാജാധിരാജേശ്വരീ ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം ഭാവയേ. ശ്രീനാഥാദൃതപാലിത ത്രിഭുവന ശ്രീചക്രസഞ്ചാരിണീ പ്രപഞ്ചത്തിലെ തന്നെ അതിശ്രേഷ്ഠമായ അതിരുദ്രഹോമങ്ങളുടെയും മഹാരുദ്രഹോമങ്ങളുടെയും മഹാചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിലെ തന്നെ ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവ ക്ഷേത്രം. ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം ഭാവയേ. ശ്രീനാഥാദൃതപാലിത ത്രിഭുവന ശ്രീചക്രസഞ്ചാരിണീ ഗാനാസക്ത മനോജ്ഞ യൗവനലസത് ഗന്ധർവ കേരളത്തിന്റെ തെക്കേയറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത അതിരുകളില്ലാത്ത മനോഹാരിതയാണ്. ഇവിടെ ഭഗവത് സന്നിധിയിൽ 2 സംസ്കാരങ്ങൾ ശ്രീലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം ഭാവയേ. ഉഭൗ ദർവീകുംഭൗ മണികനക സംഭാവിത ഗുണ. കേരളത്തിന്റെ മനോഹാരിതയും തമിഴ്നാടിന്റെ കാവ്യഭംഗിയും ഒത്തുചേരുന്ന പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഗ്രഹാരങ്ങളിലെ ഭക്തജനങ്ങൾ പ്രഭാതങ്ങളിൽ ശിവനാദം കേട്ട് കോലം വരയ്ക്കുമ്പോൾ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹ സ്പർശത്തോടെ ഓരോ ദിനങ്ങളും ഈ ദേശത്ത്
വിടരുകയായി. അഭീഷ്ടാർത്ഥവിഭവം പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാറശാല മഹാദേവ ക്ഷേത്രം. ദധാനാ പാണിഭ്യാം അമൃതരസമൃഷ്ടാന്നകലിതൗ കളാഢ്യാ കല്യാണി കലിതസദനാ ശ്രീഗിരീശിരസി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും നിരവധി ഭക്തജനങ്ങളുടെ തീർത്ഥാടന സങ്കേതം കൂടിയായ ഈ ക്ഷേത്രം ഈ ജന്മത്തിനും വരും ജന്മങ്ങൾക്കും പോയ ജന്മങ്ങൾക്കുമുള്ള പാപപരിഹാര തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്നു. രാജീവ പ്രഭവാദിദേവ മകുടൈഃ രാജാത്പദാം. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ധർമ്മരാജാവിന്റെ കാലത്ത് പാറശാല സ്വദേശിയായ മല്ലൻ ചെമ്പകരാമൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ ദളവ. ചെമ്പകരാമൻ പിള്ളയുടെ കാലത്താണ് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പുതുക്കി പണിഞ്ഞത് എന്ന് പറയപ്പെടുന്നു. ശ്രീനാഥാദൃതപാലിത ത്രിഭുവന ശാന്തിക്കാർക്ക് താമസിക്കാനായി ഗ്രാമവും രാജാവിന് തങ്ങാനായി കൊട്ടാരവും തന്ത്രിമാർക്കായി തന്ത്രിമഠവും പണി കഴിപ്പിക്കപ്പെട്ടു. കന്യാദൃത ദീനാനാമതിവേല ഭാഗ്യജനനീം. ക്ഷേത്രത്തിനാവശ്യമായ എണ്ണ, പാൽ, നെല്ല് എന്നിവയുടെ വിതരണത്തിന് ഇതര സമുദായക്കാരെയും അമ്പലത്തിന് ചുറ്റും പാർപ്പിക്കപ്പെട്ടു. ഇവരുടെ പിന്മുറക്കാരുടെ സാന്നിധ്യം ഇപ്പോഴും അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിലനിന്നു പോരുന്നു. ശ്രീനാഥാദൃതപാലിത ത്രിഭുവന പ്രപഞ്ചത്തിലെ അതിശ്രേഷ്ഠമായ അതിരുദ്രവും 11 മഹാരുദ്ര യജ്ഞങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഈ മഹാക്ഷേത്രത്തിൽ പൂർണ്ണ ചൈതന്യത്തോടും തേജസ്സോടും കൂടി ഭഗവാൻ വാണരുളുന്നു. അതിവേല ഭാഗ്യജനനീം ദിവ്യാംബരാലങ്കൃത. സമസ്ത ജനതയ്ക്കും ഐശ്വര്യം ചൊരിഞ്ഞ് ശ്രീ കൈലാസനാഥൻ പാർവതി സമേതനായി പാറശാലയിൽ വാണരുളുന്നു. ശ്രീമാതരം ഭാവയേ. ഐതിഹ്യം പഴമക്കാർ പറയുന്നത് ഒരു കാലത്ത് വൻ പാറക്കെട്ടുകളും പുല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു പാറശാല. പുല്ലരിയുവാൻ വന്ന പറയർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അരിവാൾ പുല്ലരിയുന്നതിനിടയിൽ ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് ചോര പൊടിയുന്നതും കാണുവാനിടയായി. പരിഭ്രാന്തയായ ആ സ്ത്രീക്ക് ശ്രീ പരമേശ്വരൻ ദർശനം നൽകിയെന്നും ഈ വിവരമറിഞ്ഞ അന്നത്തെ നാട്ടുപ്രമാണി ഇവിടെ ഒരമ്പലം പണികഴിപ്പിച്ചു എന്നുമാണ് വിശ്വാസം. അങ്ങനെ പറയർ കണ്ട ശാല പാറശാലയായെന്നും പറയപ്പെടുന്നു. ഇന്നും ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറ്റുവാൻ വേണ്ട കൊടിയും കൊടിക്കയറും ആചാരപ്രകാരം പറയർ സമുദായക്കാർ കൊണ്ടുവരുന്നതാണ് ഉപയോഗിക്കുന്നത്. ജാതിചിന്തയും ഐത്തവും കൊടികുത്തി വാണിരുന്ന കാലത്ത് പോലും, അഥവാ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും അവർണ സവർണ വ്യത്യാസമില്ലാതെ ക്ഷേത്രപ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരനിരയായി നിൽക്കുന്ന കൽത്തൂണുകൾ കാണാം. ഓരോ തൂണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളിൽ കാഴ്ചകൾ അലിഞ്ഞു ചേരുമ്പോൾ മരങ്ങളിലൊരുമി അതുവഴി കടന്നുപോയ കാറ്റിന് പോലും ഓംകാരധ്വനി. അതിന്റെ ആത്മീയ വലയത്തിലകപ്പെട്ട് ശില്പചാതുര്യങ്ങൾക്കിടയിലെ ധ്യാനമണ്ഡപത്തിലിരിക്കുമ്പോൾ ഉള്ളിലും ആനന്ദത്തിന്റെ ഒരു കുളിർക്കാറ്റ് വീശുകയാണ്. ഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം ജടാജൂട്ടഗംഗോത്തരംഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ബലിക്കൽപുര കഴിഞ്ഞ് നാലമ്പലത്തിന്റെ പ്രധാന വാതിലിൽ എത്തുമ്പോൾ നമസ്കാര മണ്ഡപത്തിന് മുന്നിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന നടവഴി കാണാം. ദർശന പുണ്യം നേടി മടങ്ങി വരുന്ന ഭക്തരും ദർശന സൗഭാഗ്യത്തിനായി ഭഗവാന് മുന്നിലേക്ക് പോകുന്ന ഭക്തരും
ഇവിടെ സംഗമിക്കുമ്പോൾ ഓരോ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മൗനം പരസ്പരം സംസാരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തെ ആത്മാനന്ദത്തെക്കുറിച്ച് തന്നെയാണ്. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നന്ദികേശൻ ഇരിപ്പുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വളരെ വലിയൊരു നന്ദികേശ രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാധരം തം. ഉള്ളിലേക്ക് അധികം പ്രകാശം കടന്നുവരാത്ത രീതിയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണികഴിപ്പിച്ച ശ്രീകോവിലും കൽമണ്ഡപവുമൊക്കെ നോക്കിക്കാണുമ്പോൾ തന്നെ മനസ്സ് സ്വാസ്ഥ്യത്തിന്റെ നിമിഷങ്ങൾ തിരിച്ചറിയുകയാണ്. മഹാട്ടാട്ടഹാസം മഹാപാപനാശം. ചെറിയ പ്രകാശരേണുക്കൾ പ്രാർത്ഥനകളോടെ നമസ്കാര മണ്ഡപത്തിലെ തൂണുകളെ സ്പർശിച്ചു. സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. വടാധോ നിവാസം മഹാട്ടാട്ടഹാസം. ശ്രീകോവിലിനോട് ചേർന്ന് ഒരൊറ്റക്കൽ മണ്ഡപം നിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഈ നിർമ്മാണ വൈഭവം ആധുനികമായ എല്ലാ നിർമ്മാണ രീതികൾക്കും ഒരത്ഭുതമായി മാറുമ്പോൾ അന്നത്തെ ദേവസ്പർശമുള്ള ശില്പികളെ നാം അറിയാതെ നമിച്ചു പോകുന്നു. ക്ഷേത്രത്തിനുള്ളിലെ സ്വയംഭൂവായ ശിവലിംഗ ദർശനം ആത്മസായുജ്യമേകുമ്പോൾ ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള മോക്ഷമാർഗം മുന്നിൽ തെളിയുകയായി. മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും അതീതമായ ആത്മാനന്ദത്തിന്റെ നിർവൃതിയിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന് ചുറ്റും ഒരു കുളിർക്കാറ്റ് വീശുകയായി. പരബ്രഹ്മ ബ്രഹ്മാദിഭിർവന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ഗിരീന്ദ്രാത്മജാ സംഗൃഹീതാർദ്ധദേഹം ഗിരൗ സംസ്ഥിതം സർവദാ സന്നിഗേഹം. ഉയരമുള്ള ചതുരശ്രീകോവിൽ ദേവശില്പങ്ങളാൽ സമ്പന്നമാകും. ആദിഭിർവന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ക്ഷേത്രത്തിന്റെ ഓരോ കോണുകളിലും തമിഴ് ശില്പചാതുരിയുടെ സംഗമോത്സവങ്ങളാണ്. കാമം ദധാനം ബലിവർദ്ധയാനം സുരാണാം പ്രധാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. കപാലം ത്രിശൂലം കരാഭ്യാം ദധാ. ഭഗവാന്റെ കൈകളിലും കാലുകളിലും സ്പർശിച്ച് തളകളുടെയും വളകളുടെയും നാദമറിഞ്ഞ് തൊഴുത് വലം വച്ച് ശ്രീകോവിലിനുള്ളിലെ പരബ്രഹ്മ സന്നിധിയിലെത്തി സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ ഭക്തനും പിന്തുടരുന്നത്. ക്ഷേത്രമുറ്റത്ത് നെല്ലിമര ചുവട്ടിൽ വിഷ്ണു സങ്കല്പത്തെ വച്ച് ആരാധിച്ച് നിത്യപൂജകൾ നടത്തുന്നു. അപർണാകളത്രം സദാ സച്ചരിത്രം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ഭഗവാനോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ഭഗവാനും നാഗരാജാവും നാഗകന്യകയുമുണ്ട്. ഉഗ്രമൂർത്തിയായ കളപ്പുരയക്ഷി മറ്റൊരു ഉപദൈവമായി വാണരുളുന്നു. സദാ സച്ചരിത്രം ശിവം ശങ്കരം. പാറശാല മഹാദേവന് മുന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്ഷേത്രവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. പാറശാല മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും സവിശേഷമായ പൂജകളിലൊന്നാണ് പ്രദോഷ പൂജ. ആദി കൈലാസത്തിൽ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനൊരുങ്ങുമ്പോൾ വിളക്കുകൾ തെളിയുന്നതുപോലെ ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്കുകളുടെ ദീപപ്രകാശത്തിൽ ആത്മാവിൽ ആദി കൈലാസം തെളിഞ്ഞു വരുന്നു. ചിതാഭൂവിഹാരം ഭവം വേദസാരം സദാ നിർവികാരം. ശ്മശാനേ വസന്തം മനോജം ദഹന്തം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. സ്വയം യപ്രഭാത്തെ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹിപ്രാപ്യ രത്നം. സുപുത്രം സുജാനം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യ മോക്ഷം